രാഹുൽ ഈശ്വറിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും തള്ളിയിരിക്കുന്നു. യുവതിയെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത് രാഹുൽ ഈശ്വർ. അത് സെഷൻസ് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ജയിലിൽ തുടരേണ്ടി വരും രാഹുൽ ഈശ്വറിന്. നിരാഹാരത്തിലാണ് ഈ ജയിലിലുണ്ടായിരുന്ന ഇത്രയും ദിവസവും രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ നിരാഹാര സമരം ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല. കേരള വിഷൻ ന്യൂസ് ആദ്യ ദിവസം ഈ നിരാഹാരത്തിനിരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കേരള വിഷൻ ന്യൂസ് രാഹുൽ ഈശ്വറിനോടാണ് അത് താങ്കളുടെ ആരോഗ്യത്തിന് തന്നെ പ്രശ്നമാവുകയുള്ളൂ, ആ നിരാഹാരം ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല, ചിന്തിച്ച് തീരുമാനിച്ചാൽ രാഹുൽ ഈശ്വർ ഇത് കേൾക്കുന്നുണ്ടാവില്ല. എന്നിരുന്നാലും അത് അത്തരത്തിൽ ആർക്കും ഒരു ഗുണമില്ലാതെ അതങ്ങനെ പോകുന്ന ഒരു നിരാഹാരമാവുകയുള്ളൂ. അതിനിയും നീളുന്നതിനനുസരിച്ച് ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും നിലവിലെ സാഹചര്യം രാഹുൽ ഈശ്വറിന് എതിരാണ്. മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ ജയിലിൽ തുടരേണ്ടി വരികയാണ്.